ഉമ്മ കണ്ട എന്നെ ചീത്ത അറിയും. എന്റെ 4 കല്ലുണ്ടായിരുന്നു, ഇപ്പൊ 2 കല്ലുള്ളൂ. നീ ഇവിടെ വന്നേ, നിന്റെ കളി ഇതുവരെയായിട്ട് അവസാനിച്ചില്ലേ? ഈ വീടൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടേ. ഇങ്ങട്ടാ ഞാൻ പോവാ. ഉമ്മ ഈ കളിക്കാൻ സമ്മതിക്കൂല. ഈ പണി പെണ്ണുങ്ങൾക്ക് മാത്രമാണ് പണി ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് അടിച്ചു വാരിയ മോളെ. എന്താണ് ഉമ്മ? ഉമ്മക്ക് 2 മക്കളില്ലേ? ആ ഇക്കാക്കം കൂടെ ചെയ്താ പാലേ. ഇത് പെൺകുട്ടികൾ ചെയ്യേണ്ട ജോലിയല്ലേ മോളെ? ആൺകുട്ടികളാണോ ഇതൊക്കെ ചെയ്യണേ? പിന്നെ ഒരു പെൺകുട്ടി ആൺകുട്ടി. അക്കാലത്ത് നാടകത്തിൽ അഭിനയിക്കാൻ സ്ത്രീകളെ കിട്ടുമായിരുന്നില്ല. സ്ത്രീകൾ അഭിനയ രംഗത്തേക്ക് വരുന്നത് മോശമാണെന്നായിരുന്നു സമൂഹം വിശ്വസിച്ചിരുന്നത്. ഞാൻ നാടകത്തിൽ അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു. വടക്കേ മലബാറിൽ ഭാഗത്തും ഞങ്ങൾ നാടകം കളിക്കാൻ പോയിട്ടുണ്ട്. ഭാഗ്യമെന്ന് പറയട്ടെ, ഞാൻ ഡയലോഗ് പറഞ്ഞു തല തിരിച്ചതിനാൽ അത് എൻ്റെ തലയിൽ കയറിയില്ല. ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരം പ്രതിസന്ധികളൊന്നും ഞങ്ങളെ തളർത്തിയില്ല. അങ്ങനെയൊന്നും ഐഷയെ തോൽപ്പിക്കാൻ കഴിയില്ല. നിലമ്പൂർ ഐഷ ജീവിതത്തിലും ആവാൻ പോവുകയാണോ? എന്നാ ഇതുകൂടി അലക്ക, പെട്ടെന്നാവട്ടെ. ഇതെന്താ ഉമ്മ? ഇക്കാക്കടെ ഉപ്പാടെ തുണിയൊക്കെ ഞാൻ അലക്കണോ? അവനവർക്ക് കളിക്കാൻ എന്താ? ഇതെല്ലാം പെൺകുട്ടികൾ ചെയ്യേണ്ട ജോലിയല്ലേ? ഇത് ആൺകുട്ടികളെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിക്കണേ. പിന്നെ എല്ലാം പെൺകുട്ടികൾ. നിങ്ങൾ കോണുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണ് കോണുകൾ? ആ, 2 വശങ്ങൾ അല്ലേ? അപ്പോൾ 2 വശങ്ങൾ ഒരു ബിന്ദുവിൽ വന്നു ചേരുമ്പോൾ രൂപപ്പെടുന്ന രൂപമാണ് എന്ത്? ഏതൊക്കെയാണവ? എല്ലാവരും ശബ്ദരായിട്ട് എന്ന് തള്ളിവിടാണ്ട് പോ. ടീച്ചറെ, ഞങ്ങൾക്ക് പന്ത് കളിക്കാൻ ഫുട്ബോൾ തരാമോ? ഫുട്ബോൾ കളിക്കാനോ? ഫുട്ബോളൊക്കെ ആൺപിള്ളേരുടെ കളിയല്ലേ? നിങ്ങൾ പോയി വേറെ എല്ലാം കളിച്ചോ. ചെല്ലേ, ഓക്കെ, വേറെ എല്ലാം എടുത്താൽ കളിച്ചോ. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെല്ലാം പുരുഷന്മാരെ പോലെ തന്നെ തുല്യതയും നീതിയും ഉറപ്പാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ദിവസമാണ് മാർച്ച് 8. ഈ ദിവസത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും തൊഴിലിൻ്റെ കാര്യത്തിലും വേതനത്തിൻ്റെ കാര്യത്തിലും തുല്യമായ നീതി ലഭിക്കുന്നുണ്ടോ? നിങ്ങൾ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. നമ്മുടെ പുതിയ പാഠപുസ്തകങ്ങളിലെല്ലാം സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ജെൻഡർ ഇക്വാളിറ്റി. 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ അടുക്കളയിൽ പണിയെടുക്കുന്ന, അടുക്കളയിൽ ജോലി ചെയ്യുന്ന അച്ഛനെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ 7ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠത്തിൽ അനീതിയിൽ നിന്ന് നീതിയിലേക്കെന്ന പാഠഭാഗം നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ആ പാഠഭാഗത്തും ഒരുപാട് സ്ത്രീകളുടെ കഥകൾ പറയുന്നുണ്ട്. നിലമ്പൂർ ഐഷയെ കുറിച്ച് നിങ്ങൾ പഠിച്ചില്ലേ? നിലമ്പൂർ ഐഷയുടെ ജീവചരിത്രം നിങ്ങൾ വായിക്കുന്നുണ്ട്. അവർക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കണം. എന്ത് സ്വാതന്ത്ര്യം? ഏത് സ്വാതന്ത്ര്യം? ആർക്ക് സ്വാതന്ത്ര്യം? സ്ത്രീകൾക്ക് ഇവിടെ എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്? എല്ലാം പുരുഷന്മാർ കൈയടക്കി വെച്ചിരിക്കുകയല്ലേ? കൈയടക്കി വെച്ചിരിക്കുകയാണ്, കൈയടക്കി വെച്ചിരിക്കുകയാണ്, കൈയടക്കി വെച്ചിരിക്കുകയാണ്. പിടിച്ചിരുത്തിക്കോ, പിടിച്ച ഡെസ്കിലേക്ക് ഇരുത്ത്, ഡെസ്ക് പൊക്കിയിരുത്ത്.
അയ്യോ എന്താ പറ്റിയേ സൈഫ? ഇവൾ വീട്ടിൽ എങ്ങനെയാണ് പെരുമാറുന്നത്? വീട്ടിൽ നല്ല മിടുക്കിയായിരുന്നു. ചെറുപ്പം മുതലേ നന്നായിട്ട് പഠിക്കുമായിരുന്നു. നല്ല മിടുക്കിയായിരുന്നു മാഡം. പിന്നെ ഞാൻ ചെറിയ ചെറിയ ജോലികളൊക്കെ വീട്ടിൽ ചെയ്യിക്കാറുണ്ട്. പെൺകുട്ടികളല്ലേ, പുറത്തു പോയി ജീവിക്കേണ്ടതല്ലേ എന്നൊക്കെ ഓർത്തിട്ട് ചെറിയ ചെറിയ ജോലികൾ ചെയ്യിക്കും. അപ്പോഴൊക്കെ അവൾക്ക് ഒരു പരാതി ഉണ്ടായിരുന്നു, കാക്കാനെ കൊണ്ടൊന്നും ചെയ്യിക്കണില്ല, എന്നെ കൊണ്ട് മാത്രമല്ലേ ഉമ്മച്ചി ഇതെല്ലാം ചെയ്യിക്കണേന്നൊക്കെ എപ്പോഴും പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെടുമായിരുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ തോന്നിയ ഈ വിഷമം നമ്മൾ മാറ്റി കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടിക്ക് തോന്നണം അവളുടെ ഇക്കാക്കയും അവളെയും ഒരുപോലെയാണ് ഉമ്മച്ചി സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ പാപ്പച്ചി സ്നേഹിക്കുന്നത് ഒരുപോലെയാണെന്ന് നമുക്ക് തോന്നണം, നമുക്ക് ഫീൽ ചെയ്യണം. ഇനി വീട്ടിൽ എന്ത് ജോലി ഉണ്ടെങ്കിലും രണ്ടുപേർക്കുമായിട്ട് വീതിച്ചു കൊടുക്കണം. ശരിയല്ലേ? ഇനി മോള് വഴക്കൊന്നുമില്ലല്ലോ? നോക്ക്, ഇനിയിപ്പം അമ്മച്ചി വളർന്ന കാലഘട്ടം അങ്ങനെ ആയതുകൊണ്ടാണ് അമ്മച്ചി ചെയ്തത്. അല്ലാതെ മോളോട് അമ്മച്ചിക്ക് യാതൊരു, മക്കളെല്ലാവർക്കും അമ്മമാർക്ക് തുല്യമാണ്. മക്കളെല്ലാവരും നമ്മുടെ കണ്ണ്, രണ്ട് ഇടം കണ്ണും വലം കണ്ണുമാണ് ഇക്കാക്കയും മോളും. അപ്പോൾ അമ്മച്ചി വളർന്ന കാലഘട്ടം അനുസരിച്ച് മക്കളല്ലേ വേറൊരു വീട്ടിൽ ചെല്ലുമ്പോൾ പണി ചെയ്യണ്ടേ എന്നോർത്താണ് അമ്മച്ചി മോൾ നല്ലതാകാൻ വേണ്ടിയാണ് ഉമ്മച്ചി അങ്ങനെ പറഞ്ഞത്. കേട്ടോ? ഒന്ന് ചിരിച്ചേ. എനിക്കുണ്ട് ഇതുപോലൊരു മോള്. കേട്ടോ? എഴുന്നേറ്റ് ഇതൊന്ന് സ്മാർട്ടായിട്ട് ഇരിക്കേ. അപ്പോൾ ഒന്ന് ചിരിച്ചേ. ഇപ്പം എല്ലാം ഓക്കെ ആയില്ലേ? അപ്പം എല്ലാം ഓക്കെ ആയി. ശരി എന്നാ ഞാൻ ശ്രദ്ധിച്ചോളാം മാഡം. ആ ഓക്കെ. അപ്പം മോളെ പറഞ്ഞതുപോലെ കൈയൊക്കെ തന്നെ. Sani za diri za sani za diri za ni za diri za ni za diri za